വിഷു സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വിഷുവിൻ്റെ ഒരുക്കത്തിലാണെന്നറിയാം. അപ്പോൾ ഞാൻ വിഷു ആഘോഷിക്കാനായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. അപ്പോൾ തലേ ദിവസം കുളിച്ച് വൃത്തിയായി നാളെ കണി വയ്ക്കാനുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ഒന്ന് വൃത്തിയാക്കി വയ്ക്കുവാണ്, എല്ലാം ഒന്ന് തുടച്ചൊക്കെ വയ്ക്കുവാണ്. അപ്പോൾ നിറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വയ്ക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ കണ്ണ് നിറയെ കാണുമ്പോഴാണല്ലോ നമുക്കൊരു വല്ലാത്തൊരു സന്തോഷം തോന്നുന്നത്. അപ്പം എല്ലാം റെഡിയാക്കി വെച്ചു. അച്ഛനും അമ്മയൊക്കെ അന്നത്തെ ദിവസം വിളക്കൊക്കെ കത്തിക്കാനുള്ള തിരക്കിലാണ്. ഞാനിതെല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും കാര്യമില്ല. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ സച്ചിദാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കണി കാണും നേരം കമലാനേത്രൻ്റെ നിറമേറും മഞ്ഞത്തു ചാർത്തി കനകക്കിങ്ങി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. അപ്പോൾ അമ്മ വിഷു മോഡായി കഴിഞ്ഞു. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടേണ്ട ആവശ്യമില്ല, ഞാനിതൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പോൾ തന്നെ അമ്മയ്ക്ക് വിഷുവിൻ്റെ എല്ലാ ഒരു വൈബും കിട്ടി. അമ്മ പാട്ടും പാടി. അങ്ങനെ എല്ലാം റെഡിയാക്കി വിളക്കൊക്കെ കത്തിക്കാനായിട്ട് ഒരു ടൈം ആവുന്നവരെ വെറുതെ ഒന്ന് പുറത്തേക്കൊക്കെ നോക്കി ഇങ്ങനെ നിന്നു. ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും കുറച്ച് നേരം ഇങ്ങനെ പുറത്തേക്ക് നോക്കി ഇവിടെ നിൽക്കും കേട്ടോ. നല്ല രസം ഇവിടെ നിൽക്കാൻ. ഇതിവിടെ എന്നത്തെയും റുട്ടീനാണ്. അച്ഛനും അമ്മയ്ക്കും ഒരു പ്രത്യേക ടൈം ടേബിളുണ്ട്. അപ്പം എന്നത്തെയും റുട്ടീനാണ് ഇവരുടെ. ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അതൊക്കെ കണ്ടു നിൽക്കാൻ നല്ല രസമാണ്. ഇവിടെ വന്ന് ഇതിൻ്റെ കൂടെയൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മളും വല്ലാത്തൊരു ഭക്തിസാന്ദ്രമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് പോകും. ഭയങ്കര ഒരു മനസ്സിനൊക്കെ വല്ലാത്തൊരു റിഫ്രഷ്മെൻറ്റ് ഫീൽ ചെയ്യും. അങ്ങനെ ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് കുറേ നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തു. പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് നാളെ കണി വയ്ക്കാനുള്ള എല്ലാത്തിലും അച്ഛൻ പുണ്യവെള്ളമൊക്കെ തളിച്ചു. വിളക്കെല്ലാം അണച്ചു കഴിഞ്ഞപ്പോൾ രാത്രി ഞാനും അമ്മയും വിഷു ഒരുക്കത്തിലേക്ക് കടന്നു. കണ്ണനായാൽ രാധ വേണം, രാമനായാൽ സീത വേണം. അങ്ങനെ നമ്മുടെ മെയിൻ സ്റ്റാറായ കൊന്നപ്പൂ വെച്ചു. അത് കഴിഞ്ഞിട്ടൊരു ഉരുളി വെച്ചിട്ട് അതിൽ കുറച്ച് നമ്മുടെ അരി ഇട്ടിട്ട് പിന്നെയാണ് ഓരോ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതിലേക്ക് വെച്ചത്. ഒരു കടച്ചക്ക വെച്ചു, അത് കഴിഞ്ഞ് പൈനാപ്പിൾ, വെള്ളരി, പഴം, പിന്നെ ഒരു കണിവെള്ളരി വെച്ചു, നല്ല മാമ്പഴം വെച്ചു, നല്ല മുന്തിരി വെച്ചു, പോംഗ്രാനൈറ്റ് ഉണ്ടായിരുന്നു, ഓറഞ്ച് ഉണ്ടായിരുന്നു, ആപ്പിൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആ ഒരു തട്ടിൽ കുറച്ച് വെജിറ്റബിൾസ്, നമ്മുടെ പംകിൻ, ക്യാരറ്റ്, പിന്നെ നമ്മളെ വഴുതനങ്ങ, നെല്ലിക്ക, പിന്നെ പച്ചമാങ്ങ ഉണ്ടായിരുന്നു. പിന്നെ ഞാനതിലേക്കൊരു പട്ട് വെച്ചു, നമ്മുടെ മഞ്ഞ പട്ട് വെച്ചു, പിന്നെ ഒരു ഭഗവത്ഗീതയുടെ ബുക്ക്, പിന്നെ അതിലേക്ക് നമ്മുടെ കുറച്ച് പൈസയും സ്വർണവും ആണ് വെച്ച് കൊടുത്തത്. ഇത്രയാണ് നമ്മൾ കണിക്കായിട്ട് ഒരുക്കിയിരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും കണിയൊക്കെ ഒരുക്കുന്നത്. അപ്പോൾ ഞങ്ങളവിടെ ഇങ്ങനെയാണ് ഒരുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡും ഞാനും കൂടി ഒരു ഫിലിം കാണാൻ പോയിരുന്നു. അജിത്തിൻ്റെ ഒരു ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ ഫിലിം. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു, കിടന്നുറങ്ങി. പിറ്റേ ദിവസം വിഷു.
എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൈനീട്ടമൊക്കെ വാങ്ങി കൈനീട്ടമൊക്കെ കൊടുത്തു. ഫുഡെല്ലാം കഴിച്ചിട്ട് അടുത്തത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെയും അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് കൈനീട്ടമൊക്കെ വാങ്ങി. അങ്ങനെ ഈ വർഷത്തേക്കുള്ള അനുഗ്രഹവും സന്തോഷമൊക്കെ എല്ലാവരും തന്നു. അപ്പോൾ എല്ലാവരും വിഷു നന്നായിട്ട് സന്തോഷത്തോടെ ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിഷു വീഡിയോ ഇന്നിവിടെ നിർത്തുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം.